പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സിൽ വരുന്ന എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന 13ാമത്തെ ചാപ്റ്റർ ആണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു കേന്ദ്രീകൃതപരമായ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയ രീതി അനുസരിച്ച് മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ, അതായത് എക്കണോമിക്സിന് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. 2 ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 4 ചാപ്റ്റർ 8, 9, 10, 17 4 ചാപ്റ്റർ മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ തുടങ്ങുന്നത് 13ാമത്തെ ചാപ്റ്ററാണ്. 12 വേണ്ട, 13ാമത്തെ ചാപ്റ്റർ മുതലാണ് നമുക്ക് പബ്ലിക് എക്സാമിന് വരുന്നത്. അതിലേതൊക്കെ ചാപ്റ്റർ ആണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എക്സാമിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. ഇംഗ്ലീഷിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ എക്സാമിന് മലയാളത്തിൽ അതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയുമോ, ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുമോ എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഗൈഡ് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൈഡ് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെ ഗൈഡ് അവൈലബിൾ, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഗൈഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ തന്ന് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വരും. അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ് 2 രീതിയിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന 1 മാർക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഹൗ ഡു എക്കണോമിക് പ്രോബ്ലം അറൈസ്? എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്? വുഡ് ദിസ് ബി എനി എക്കണോമിക് പ്രോബ്ലം ഇഫ് റിസോഴ്സസ് വെർ അൺലിമിറ്റഡ്? അപരിമിതമായ വിഭവങ്ങൾ ആയിരുന്നു എങ്കിൽ സാമ്പത്തിക പ്രശ്നം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്? സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. എണ്ണിയാൽ ഒതുങ്ങാത്ത ആവശ്യങ്ങളാണ്. ഒരു ആവശ്യം നിറവേറ്റുമ്പോൾ മനുഷ്യന് അടുത്ത ആവശ്യങ്ങൾ ഉത്ഭവിക്കണം. പക്ഷെ അത് നിറവേറ്റാനുള്ള വിഭവങ്ങൾ അവനില്ല. അത് സാമ്പത്തികമായിക്കോട്ടെ, സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ളതായിക്കോട്ടെ, അത് നിറവേറ്റാനുള്ള വിഭവങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് നിറവേറ്റുമ്പോഴത്തേന് അടുത്ത ആഗ്രഹങ്ങൾ ഉത്ഭവിക്കും. അത് നിറവേറ്റുമ്പോഴത്തേന് അടുത്ത ആഗ്രഹങ്ങൾ. പക്ഷെ മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും മനുഷ്യന് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ലഭ്യമാകാതിരിക്കുക, അല്ലെങ്കിൽ അവന്റെ സാമ്പത്തികപരമായിട്ട് അത് നേടിയെടുക്കാൻ പ്രാപ്തരാകാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ പ്രതിരോധ സാമഗ്രികളുണ്ട്, നിർമ്മിക്കലുണ്ട്, വ്യവസായശാലകൾ സ്ഥാപിക്കലുണ്ട്, വാർത്താവിനിമയ സൗകര്യങ്ങൾ സജ്ജമാക്കലുണ്ട് തുടങ്ങിയ വളരെയേറെ ആവശ്യങ്ങളാണ് ഒരു സമൂഹത്തിന് നിറവേറ്റാനുള്ളത്. മനുഷ്യന്റെ ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുണ്ട്. ഭൂമി, അതേപോലെ തന്നെ തൊഴിൽ ശക്തി, മൂലധനം എന്നിവയാണ് സമൂഹത്തിന്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ വരുന്നത്. എന്നാൽ ഈ വിഭവങ്ങളുടെ ലഭ്യത അവ ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ്, പരിമിതമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്, പക്ഷെ വിഭവങ്ങൾ പരിമിതമാണ്. ഇക്കാലത്ത് ഒരു രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് നൽകാൻ സാധ്യമല്ലാതെ വരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിമിതമോ അവ നിറവേറ്റാനുള്ള വിഭവങ്ങൾ സുലഭമോ ആയിരുന്നെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ. അതായത് സാമ്പത്തിക പ്രശ്നങ്ങളുടെ മൂലകാരണം മനുഷ്യാവശ്യങ്ങളുടെ ബാഹുല്യവും അവ നിറവേറ്റാനുള്ള വിഭവങ്ങളുടെ പരിമിതിയുമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ സ്കാർസിറ്റി ലീഡ് ടു ചോയ്സ്. തെരഞ്ഞെടുപ്പ് ദൗർബല്യത്തിലേക്ക് നീങ്ങുന്നത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് നമ്മൾ തിരഞ്ഞെടുക്കില്ല, ഓരോ ഐറ്റങ്ങളിൽ നമുക്ക് ഉണ്ടാവും, ചോയ്സുകൾ ഉണ്ടാവും.
അതായത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പ്രൊഫസർ ലയണൽ റോബിൻസ് 1931 പ്രസിദ്ധീകരിച്ച സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്വഭാവം പ്രാധാന്യം എന്ന തന്റെ വ്യാഖ്യാത ഗ്രന്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് വളരെ സ്വീകാര്യമായ നിർവചനം നൽകേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആവശ്യങ്ങളും വിവിധ തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ദുർലഭമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലക്ക് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ധനശാസ്ത്രം. ഈ നിർവചനത്തിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ നോക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ എണ്ണമറ്റവും അവ നിറവേറ്റുന്ന വിഭവങ്ങൾ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആയതിനാൽ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുക്കാൻ നിറവേറ്റാൻ നിർബന്ധിതമാണ്. ഇക്കാരണത്തിലാണ് ധനശാസ്ത്രത്തെ ദൗർലഭ്യത്തിൻ്റെയും തെരഞ്ഞെടുക്കലിൻ്റെയും ശാസ്ത്രമെന്ന് റോബിൻസ് വിശേഷിപ്പിക്കുന്നു. ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ ലഭ്യമായ ഭൂമി, തൊഴിൽ, ശക്തി, മൂലധനം, സംഘാടം എന്നീ വിഭവങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വസ്തു ഉൽപ്പാദിപ്പിക്കാനായി വിനിയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് സമ്പത്ത് വ്യവസ്ഥക്ക് ട്രാക്ടറുകളോ, ടാങ്കുകളോ, റോഡുകളോ, പാലങ്ങളോ മറ്റു നിർമ്മിക്കാം. എന്നാൽ വിഭവങ്ങളുടെ പരിമിതികളും ഈ എല്ലാ സാധനങ്ങളും ഒരേ സമയം നിർമ്മിക്കാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധ്യമല്ല. സാധനത്തിന്റെ നിർമ്മാണം വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നത് വിഭവങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കലാണ്. ഒരു മനുഷ്യന് ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ് അവൻ്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അതാണ് അവനെ ആദ്യം നിറവേറ്റേണ്ടത്. അപ്പോൾ വിഭവങ്ങൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ഈ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. എന്നിട്ടാണ് മറ്റുള്ള വാഹനങ്ങളും റബ്ബർ തോട്ടങ്ങളും വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ വാങ്ങി റെന്റിന് കൊടുക്കേണ്ടതൊക്കെ പിന്നുള്ള ആവശ്യങ്ങളാണ്. ഒരു മനുഷ്യന് അവന് നിലനിൽക്കാനുള്ള ആരോഗ്യ രീതിയിൽ എത്താനുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ചോയ്സ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഏതൊരു മേഖല നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കൽ എന്നുള്ളൊരു വിഷയം വരും. ഏറ്റവും മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള ആവശ്യമാണ് നമ്മളവിടെ തിരഞ്ഞെടുക്കൽ. മൂന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും കാതലായ 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപാദിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിക്കണം. whom to produce, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തുൽപാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ് ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരുവിധമാണ്. ഒരു കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേണ്ടത് നമ്മുടെ അരി ഭക്ഷണമാണ് കേൾക്കുന്നത്. ഇപ്പൊ കേരള നാട്ടുകളിലേക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടത് നെല്ലാണ്. ഇവിടെ നമ്മൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിത്യോപയോഗമായിട്ട് ഗോതമ്പ് ആരും കഴിക്കാറില്ല. കഴിക്കുന്ന ആളുകളുണ്ട്, പല ഷുഗറുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ കഴിക്കുക എന്നല്ലാതെ ഒരു അരി ഭക്ഷണം എന്ന രീതിയിൽ നിത്യോപയോഗമായിട്ട് കേരളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നെല്ലാണ്. അപ്പൊ ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടത് നെല്ലാണ്. ഇവിടുത്തെ ആളുകൾക്കും അത് ആവശ്യം. എന്നൊരു നോർത്ത് ഇന്ത്യൻ മേഖലകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗോതമ്പിനോടാണ് പ്രിഫർ. അപ്പൊ അവിടെ അതാണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ രാജ്യത്തും അവിടെ എന്താണോ ഏറ്റവും അർജന്റ് ആയിട്ടുള്ള വസ്തു അതാണ് അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാനാണ്. നമുക്കിവിടെ ആളുകളെ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കണോ, സാങ്കേതിക വിദ്യ, യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വേണോ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന ഒരു ഇതിലേക്ക് വരികയാണ്. ചില സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ യന്ത്രങ്ങൾ വേണമെന്നുള്ളതാണ്. ചിലതാണെങ്കിൽ മനുഷ്യരാഷ്ട്രീയം മതി എന്നുള്ളതാണ്. ഇങ്ങനെ ചില ഓരോന്നിനും ഓരോ രീതിയാണ്. യന്ത്രങ്ങളാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഫിസിക്കലായിട്ടുള്ള ലേബേഴ്സിന്റെ ആവശ്യങ്ങൾ കുറയും. യന്ത്രങ്ങൾ പ്രവർത്തിച്ചാൽ മതി, വൈദ്യുതി ആവശ്യമാണെന്നാണ്, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉൽപ്പാദനം നൽകും. എന്നാൽ ചില സാഹചര്യത്തിൽ ഒരു വ്യക്തി മാത്രം ചെയ്യേണ്ട ജോലിയാണ് അവിടെ യന്ത്രത്തിന്റെ ആവശ്യമില്ല. ആ വ്യക്തി വെച്ച് വലിയ വലിയ ജോലികളാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, യന്ത്രങ്ങൾ വേണം. മൂന്നാമത് പറയുന്നത് അതെ, ഇതിൽ തന്നെ ഈ രണ്ടാമത്തെ തന്നെ പറയുന്നത് ഇവിടെ 2 രീതിയിലുണ്ട്. ലേബർ ഇന്റൻസീവ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഉണ്ട്. ഇതിൽ ഏതാണോ വേണ്ട സ്ഥലം. മൂന്നാമത്തെ പറയുന്നത് whom to produce ആണ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ഈ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് തീരുമാനമെടുക്കുമ്പോൾ അവിടെ നമ്മൾ പല കാര്യങ്ങളും നൽകണം. ഉൽപാദന ഘടകങ്ങളും കൂടി പരിഗണിക്കണമാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇതൊക്കെ കണക്കാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇനി നാലാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി പ്രോബ്ലം ഓഫ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്.
വിഭവങ്ങളുടെ സമ്പൂർണ്ണ വിനിയോഗം എന്ന പ്രശ്നം വിശദമാക്കാനാണ് പറയുന്നത്. ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിഭവങ്ങൾ പരിമിതമാണ് കൂടി അവ പൂർണ്ണമായി വിനിയോഗിക്കപ്പെടുന്നില്ല. മറ്റൊരു വസ്തുത, തൊഴിലാളികൾ തൊഴിലില്ലാതെ അലയുമ്പോൾ തൊഴിൽശാലകൾ അടഞ്ഞു കിടക്കുന്നു. അതാണ് ചെയ്യുന്നത്. തൊഴിലാളികൾ തൊഴിലില്ലാതെ നടക്കുമ്പോൾ പല ഭാഗങ്ങളിൽ തൊഴിൽശാലകൾ അടഞ്ഞു കിടക്കും. ഭൂമിയിൽ കൃഷി ഇരിക്കാതെ ചെയ്തു. 1930കളിലെ ലോകവ്യാപകമായ ബിസിനസ് മാന്ദ്യകാലത്ത് ലോകത്തെമ്പാടും പ്രത്യേകിച്ച് കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ വ്യവസായങ്ങൾ തകർന്നു. വില നിലവാരവും ലാഭവിഹിതം ഇടിഞ്ഞു എന്നതാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായി. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള വിഭവങ്ങൾ സംഭരിച്ച ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അവർ ഉൽപ്പാദിപ്പിച്ചില്ല. ആ സമയത്തേക്കാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഒരേ വസ്തു തന്നെ വിവിധ സാങ്കേതിക രീതികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങളുടെ അളവ് വ്യത്യസ്തമായി. ഉദാഹരണമായി തുണി ഉൽപ്പാദിപ്പിക്കുന്നതിന് കൈത്തറികളും യന്ത്രങ്ങളും ഉപയോഗിക്കാം. കൈത്തറികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനം ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താമെന്നതാണ്. അഥവാ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് എന്ന് പറയുന്നത്. യന്ത്രങ്ങളാണെങ്കിൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ചാൽ മതി. എന്നാൽ ചില ഉൽപ്പാദന വിഭവങ്ങളുടെ ലഭ്യത മറ്റുള്ളവയുടെ ലഭ്യതയേക്കാൾ വളരെ കുറവായ സന്ദർഭങ്ങളുണ്ടായി. ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് ഉൽപ്പാദന രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. ഈ പ്രശ്നം വൻതോതിൽ ബാധിച്ചത് അമേരിക്കയിലാണ്. ഈ ബിസിനസ് മാന്ദ്യത്തിൻ്റെ പ്രത്യേകത്തിൽ ഇന്ത്യയിൽ അനുഭവപ്പെട്ടു. വിദേശങ്ങളിൽ നിന്ന് സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് ഇല്ലാതായി. തുടർന്ന് കയറ്റുമതി കുറയും, വില നിലവാരം ക്രമാനുഗതമായി ഇടിഞ്ഞു താഴുകയും ചെയ്തു. വ്യാവസായിക മേഖലയിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി ലോകത്താകെ ബാധിച്ചു. ഈ ബിസിനസ് മാന്ദ്യം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ സമ്പൂർണ്ണ വിഭവ വിനിയോഗം എന്ന ആശയത്തിന് മുൻതൂക്കം നൽകാൻ പ്രേരിപ്പിച്ചു. വിഭവങ്ങൾ പരിമിതമായതിനാൽ അവയുടെ അപൂർണ വിനിയോഗം സമ്പദ് വ്യവസ്ഥയെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലഭ്യമായ വിഭവങ്ങൾ സമ്പൂർണ്ണമായി വിനിയോഗിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. സമ്പൂർണ്ണ വിഭവ വിനിയോഗം എങ്ങനെ നേടിയെടുക്കണമെന്നാണ് സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. അടുത്ത ചോദ്യമാണ്, ഹൗ ക്യാൻ റിസോഴ്സ് ഗ്രോ ആൻഡ് എക്കണോമിയാണ്. സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങളുടെ വളർച്ച ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി ആ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളുടെ വളർച്ചയെ ആശ്രയിച്ചിട്ടുണ്ട്. വിഭവങ്ങളുടെ വളർച്ചയിലൂടെ മാത്രമേ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഉയർന്ന ജീവിത നിലവാരം നേടാൻ കഴിയൂ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിവിധ ശാഖകൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ വിഭജനത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സാധന സേവനങ്ങൾ കമ്പോളങ്ങളുടെ സ്വതന്ത്രമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥകളെയാണ് കമ്പോള സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയിൽ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. ധനശാസ്ത്രത്തിന്റെ മറ്റൊരു ശാഖയായ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ഉൽപ്പാദനത്തിനും വിതരണത്തിനും ഉണ്ടായിരിക്കേണ്ട കാര്യക്ഷമതയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാകട്ടെ വിഭവങ്ങളുടെ സമ്പൂർണ്ണ വിനിയോഗം, മൊത്തം മൂലധന നിക്ഷേപം, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ തുടങ്ങിയാണ് പരാമർശിക്കുന്നത്. സാമ്പത്തിക വളർച്ച ശാസ്ത്രം എന്ന മറ്റൊരു ധനശാസ്ത്ര ശാഖ വിഭവങ്ങളുടെ വളർച്ചയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ്, വാട്ട് ഈസ് PPC? PPCന്റെ ഫുൾ ഫോം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. യൂസിംഗ് എ PPC ഷോ ദി പ്രോബ്ലം ഓഫ് ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. ഉൽപാദന സാധ്യത വക്രം എന്നാൽ എന്ത്? കാര്യക്ഷമമല്ലാത്ത വിഭവങ്ങളുടെ വിനിയോഗം എങ്ങനെ പരിഹരിക്കാമെന്നതാണ്. എന്താണ് ഉൽപാദന സാധ്യത വക്രം എന്ന് പറഞ്ഞാൽ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് സംഭവിക്കും. അപ്പോൾ ഒന്നിൻ്റെ ഉൽപാദനം കുറയുമ്പോൾ മറ്റൊന്നിൻ്റെ ഉൽപാദനം കൂടുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണമായിട്ട് പറയുന്ന അരി, ഗോതമ്പാണ്. അരിയുടെ അളവ് കുറയുമ്പോൾ അവിടെ എന്ത് കൂടും? ഗോതമ്പിൻ്റെ അളവ് കൂടുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഉൽപാദന സാധ്യത വക്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോർത്ത് ഇന്ത്യനെ സംബന്ധിച്ചോടെ അവിടെ അരിയുടെ അളവ് കുറയണം, ഗോതമ്പ് കൂടി. ഇന്ത്യയെ സംബന്ധിച്ചോടെ തിരിച്ചിട്ടാണ്. ഗോതമ്പ് കുറയുമ്പോൾ അരിയുടെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം വിഭവങ്ങളുടെ പൂർണ്ണ വിനിയോഗം, ഉൽപാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും കാര്യക്ഷമ, വിഭവങ്ങളുടെ വളർച്ച തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഉപകരണമാണ് ഉൽപാദന സാധ്യത വക്രം അഥവാ ഉൽപാദന രൂപാന്തരീകരണ വക്രം എന്ന് പറയും. ഉൽപാദന സാധ്യത പരിധി എന്നും അറിയപ്പെടുന്നുണ്ട്. ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ച്
ഒരു സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോജനങ്ങൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഉൽപാദന സാധ്യത വക്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സാധനങ്ങൾ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അരി, ഗോതമ്പ് ഇതന്നെ ആവണമെന്നില്ല, ചായ, കാപ്പി, ഇതേപോലെ വേറെ ഏതെങ്കിലും ഐറ്റങ്ങൾ പറയാം. ഇങ്ങനെ രണ്ട് സാധനങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങൾ സംയോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഉൽപാദന സാധ്യത വക്രം എന്ന് പറയുന്നത്. അതിന്റെ ഗ്രാഫിൽ എങ്ങനെയാണ് വരുന്നത്? ഈ രീതിയിലാണ്, ഈ ആകൃതിയാണ് ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതി. കോൺകേവ് എന്നാണ് ഇതിനെ ആകൃതി പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ? മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം എന്നുള്ള അർത്ഥമാണ്. മാക്രോ എന്ന് പറയുന്നത് സ്ഥൂലം എന്ന് പറയുന്ന അർത്ഥമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സമ്പത്ത് വ്യവസ്ഥയുടെ ചെറിയ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ യൂണിറ്റ്, മൈക്രോ എക്കണോമിക്സ്. ഇന്ന് സമ്പത്ത് വ്യവസ്ഥ മൊത്തമായി പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഫോറസ്റ്റിനെ കുറിച്ച് മുഴുവൻ പഠിക്കുന്നതാണ് മാക്രോ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നിച്ച് പഠിക്കണം. ആ ഫോറസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ട്രീയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ സമ്പത്ത് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ദേശീയ വരുമാനം, സമ്പത്ത് വ്യവസ്ഥയുടെ ജനസംഖ്യ, വളർച്ച, തൊഴിലില്ലായ്മ, മൂലധനം, ഇങ്ങനെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ. എന്നാൽ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച്, ആ ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടർ, ബിഹേവിയർ, ഇതൊക്കെ പഠിക്കുന്നതാണ് എന്താ മൈക്രോ എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, യൂസഫ് PPC എക്സ്പ്ലെയിൻ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. വിഭവങ്ങളുടെ വളർച്ച ഉൽപാദന സാധ്യത വക്രത്തിന്റെ സഹായത്താൽ കണ്ടെത്തുക. ഒരു സമ്പത്ത് വ്യവസ്ഥയുടെ പുരോഗതി ആ സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ചയെ ആശ്രയിക്കുന്നു. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ബിന്ദു ഉൽപാദന സത്വത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രശ്നത്തിലാണ്. സാങ്കേതിക തിരഞ്ഞെടുപ്പ് പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഉൽപാദന സാധ്യത വക്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ബിന്ദു, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഉൽപാദന സാധ്യത വക്രത്തിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഈ രീതി ഇങ്ങനെയാണ് വരിക. നിലവിലുള്ള വളർച്ച എന്ന് പറയുന്നത്. ഇവിടെ ഇ എന്ന് കാണിക്കുന്നത് എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. അവ എത്രമാത്രം എന്നാണ് വിഭവങ്ങളുടെ പൂർണ്ണമായ ഉപയോഗത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്ന ബിന്ദുവാണ് PPCയിലാണ് കിടക്കുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, യൂസിങ് എ PPC എക്സ്പ്ലെയിൻ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. കാര്യക്ഷമമായ വിഭവ വിനിയോഗം PPC ഉപയോഗിച്ചുകൊണ്ട് വിശദമാക്കണം. സാമ്പത്തിക പുരോഗതിയെ സംബന്ധിച്ച ചോദ്യത്തിനും PPC ഉത്തരം നൽകുന്നുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ, ഇപ്പോൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ GH വക്രം കാണിക്കുന്ന പോലെ ഒരു സമ്പത്ത് വ്യവസ്ഥ, ഇതാണ് G, ഇതാണ് H, ഈ മുകളിലുള്ള ഇതാണ് GH എന്ന് പറയുന്നത്. ഒരു ബിന്ദു കൂടുതൽ പോക്കുകളോ കൂടുതൽ വെണ്ണയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് തന്നെ AB വക്രത്തിന്റെ GHയിലേക്ക് ഉയർത്തി സാമ്പത്തിക, അല്ലേ, AB വക്രത്തിൽ നിന്ന് GHയിലേക്ക് മാറുക എന്ന് പറയുന്നത് അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കി, അവിടെ തോക്കോ വെണ്ണ എന്തെങ്കിലും ഒരു ഐറ്റത്തിൽ വരുന്ന വർധനവാണ്. സാങ്കേതിക പുരോഗതി ഉണ്ടായാൽ ഒരു സമ്പത്ത് വ്യവസ്ഥ നിശ്ചിതമായ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് അഥവാ PPFന്റെ മുകളിലേക്കുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്നു എന്നതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് മാത്രം ചോദിക്കുക. അതേപോലെ തന്നെ NOSന്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസ്, SSLC +2 ഡിഗ്രി PG, 1 മാസം കൊണ്ട് SSLC +2, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്,
ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഏറ്റവും വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ, അതേപോലെ തന്നെ അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 6 മാസം എന്നുള്ളത് 1 വർഷം 2 വർഷമൊക്കെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള +2 SSLC നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോയ് പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ 9037114679. ഓക്കെ, താങ്ക് യു.